ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയട്ടെ. അതായത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും വളരെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ എത്തുന്നൊരു സ്ഥലമാണ് കാട്ടാക്കടയ്ക്കടുത്ത്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞത് നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാം, കള്ളിക്കാട് അവിടുത്തെ നെയ്യാർ ഡാം. നെയ്യാർ ഡാം വളരെ ഫേമസ് ആണ്. വലിയൊരു റിസർവോയറാണ്. ഇതിൻ്റെ പ്രാന്തപ്രദേശമൊക്കെ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെയ്യാർ ഡാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ബോട്ടിങ് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതിൻ്റെ ഈ ഷട്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ നിൽക്കുന്നത്. അതിപ്പോൾ ഇച്ചിരി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ അവിടെ ഷട്ടർ തുറന്നിട്ട് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ 7 മണിയോളം, ശരിക്കും 7 ആയില്ല, 6:30 മണിയായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും വെയിലിങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ പ്രദേശത്തേക്ക് വന്നു എന്നല്ലേ, നെയ്യാർ ഡാമിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും അതിമനോഹരമായൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അമ്പൂരി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നല്ല ഹിഡൻ സ്പോട്ട്സ് ധാരാളമുണ്ട്. കാണേണ്ട കാഴ്ചയാണ്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ട്രിവാൻഡ്രം പരിസര പ്രദേശത്തോട്ട് ഒരുപാട് പരിചയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അയ്യോ ഒന്ന് പെട്ടെന്ന് ഇവിടെ വന്നോ എന്നുള്ള മറ്റുള്ള കൈയെല്ലാം കാണിച്ചു പോവാണ്. ഓക്കെ, ഇതേ കണ്ടോളൂ എൻ്റെ ചുറ്റുമുള്ള കാഴ്ച. നൈസ്. രാവിലെ നല്ല ഒരു സന്തോഷം തരുന്ന കാഴ്ചയാണിത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. ദേ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി താഴേക്ക്. അവിടെ ഒരു കൊക്ക് വന്നിരുന്ന് വെള്ളത്തിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ട് 2 പക്ഷികളുണ്ട്. ഒരാളൊരു കൊക്കാണ്, വെള്ളക്കൊക്ക്. ഇപ്പുറത്തിരിക്കുന്ന ആൾ എനിക്കതിൻ്റെ പേരറിയില്ല, ചെറിയ കിളി. എല്ലാം മീനിനെ നോക്കിയിരിക്കുക, വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മീനിനെ പിടിക്കാനായിട്ട്. വാവ്, നൈസ് അല്ലേ? അവിടെ നോക്കുമ്പോൾ നല്ലൊരു കാട്ടരുവി ഒഴുകുന്ന പോലെ തോന്നുന്നില്ലേ? പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നല്ല മലനിരകൾ. അവിടെയെന്ന് പറഞ്ഞാൽ ആ കുന്നിൻ്റെ മുകളിലുമൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ക്ഷേത്രമുണ്ട്. അതായത് ഏറ്റവും ടോപ്പിൽ ഇത് എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഏറ്റവും ടോപ്പിൽ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട്. പറ്റുമെങ്കിൽ ആ മഹാറയൊക്കെ കയറുകയാണെങ്കിൽ അവിടെ വരെ വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കാറ് പോകുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നിന്നിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. എല്ലാം അമ്പൂരി പരിസര പ്രദേശങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ കുറച്ച് മുകളിലോട്ട് വന്നിട്ട് നെയ്യാർ ഡാമിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് കാണാൻ പോകണേ. പക്ഷേ കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട്. അത് കാരണമുള്ളൊരു ചെറിയ പ്രശ്നം. അതായത് ഈ ചുറ്റുമുള്ള മലനിരകളും എല്ലാം കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്, ഡാമിൻ്റെ ഒരു പരിസരം. അപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് മലനിരകളെല്ലാം ഇവിടെ നിന്ന് കാണാം. അഗസ്ത്യാർകൂടമൊക്കെ ഈ പരിസരത്താണ്. ഹലോ, രാവിലെ ഭംഗിയാന്ന് നോക്കിയേ ഡാമിൻ്റെ പരിസരമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ റിസർവോയറിൻ്റെ ഭാഗത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്, നെയ്യാർ ഡാമിൻ്റെ. ഇത് നോക്കി, ഈ റോഡ്, ബ്യൂട്ടിഫുൾ റോഡ്. ഇത് അമ്പൂരിയിലേക്ക് പോകുന്ന ഒരു സ്മോൾ റോഡാണ്. സ്മോൾ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഡാം ക്രോസ് ചെയ്ത് ആണ് മുന്നോട്ട് നമ്മൾ പോകേണ്ടത്. എന്ത് രസമല്ലേ! വാവ്, ബ്യൂട്ടിഫുൾ. നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതേ നോക്കിയേ. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുപ്പി വെച്ചിരിക്കുന്നത് അടിപൊളി. പണ്ടൊക്കെ ഇവിടെ മുതലേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഇല്ല. സോ ബ്യൂട്ടിഫുൾ അല്ലേ? നമുക്കിങ്ങനെ നെയ്യാർ ഡാമിലെ വെള്ളത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഇത്രയും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഭാഗത്താണ് നിൽക്കുന്നത്. സോ നൈസ്. കുറച്ച് താറാവ് അവിടെ ഇങ്ങനെ പോകും കേട്ടോ വെള്ളത്തിൽ, നോക്കി, താറാവ് കൂട്ടം. അപ്പോൾ അമ്പൂരി യാത്രയിലാണ് നമ്മൾ. ഇതിപ്പോൾ മായം കടവ് എന്നാണ് പറയുന്നത്. ഇവിടെ ആക്ച്വലി പറഞ്ഞാൽ ഈ മായം കടവിൽ വന്നു കഴിഞ്ഞാൽ വള്ളം, ചെറിയ കൊതുമ്പ് വള്ളം പോലെ ഉണ്ടായിരുന്നു, അത് കടത്താണ്. ഇവിടെ നിന്ന് നമ്മളെ അപ്പുറത്തെ പള്ളി കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വന്ന് നിന്ന് ഈ ഒരു സമയത്ത് കടത്ത് വള്ളം ഇല്ല, അതെവിടെയോ യാത്ര പോയിരിക്കുന്നു. അപ്പോൾ എനിക്കതിൽ പറ്റില്ല. പക്ഷേ മറ്റൊരു സ്പോട്ടുണ്ട്, നമുക്ക് ആ ഭാഗത്തേക്കും പോകാം. അവിടെയും കടത്ത് പരിപാടിയുണ്ട്, ഈ ചെറിയ വെള്ളമൊക്കെ നോക്കാം. എന്നെ കണ്ടിട്ട് ദേ ഓടുന്നു നോക്കി. ചെളി വെള്ളത്തിലേക്കാണ് ഓട്ടം. അയ്യോ,
ഇവിടെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാരോ വളർത്തുന്ന താറാക്കളാണ്. കുട്ടികളല്ല, ഇത് വലുത്. അത് പിന്നെ കൊടുക്കുന്നു. ചെളി വെള്ളത്തിൽ കുളിച്ചിട്ട് വീണ്ടും നല്ല വെള്ളത്തിലേക്ക് പോകുന്നു. എന്തോടെ ഇപ്പോൾ ഭയങ്കര രസമാണ് അല്ലേ താറാവ് നടക്കുന്നതാണ്. ഹലോ ഹലോ, ഓടിത്തള്ളി. അപ്പോൾ ഇവിടെ കടത്ത് വഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആ പള്ളിയുടെ ഭാഗത്തേക്ക് കടത്തിൽ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇല്ല. വീണ്ടും കാറിലേക്ക് കയറുന്നു, അടുത്ത സ്പോട്ടിലേക്ക് പോകും. അന്നേരം അവിടെ ഒരു വഞ്ചി കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അടുത്ത കടവിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ കുറച്ചൊന്ന് താഴേക്ക് നടക്കണം. കാർ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയ ചായക്കട. ഞാൻ ചായ കുടിക്കാറില്ല രാവിലെ വൈകുന്നേരമൊന്നും, പക്ഷേ ഇവിടെ ചായയാണ് അല്ലേ. കടികൾ ഒന്നുമില്ല, ചായയാണ് പ്രധാനം. നല്ല രസമുണ്ട്, ഒരു ചെറിയൊരു ക്യൂട്ട്. ഇവിടെ ഒരു ചേർച്ചുണ്ട്, CSI. നല്ല രസമുള്ള ലൊക്കേഷനല്ലേ. ഇത് ശരിക്കും ഒരു കടത്താണ് ഈ പ്രദേശം. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരു ചെറിയ ഷെഡെല്ലാം വെച്ചിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നോക്കിയാൽ കാണാം, അത് വെയിറ്റിംഗ് ഷെഡ്. ഇവിടെ നമ്മൾ വന്ന് നിന്നിട്ട് വിളിച്ചാൽ വള്ളം വരും, നമ്മളെ അക്കരെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകും. അവിടെയാണ് ഫിഷ് ഫാമിംഗ് നടക്കുന്നത്. ആ ബ്ലൂ കളറിലെ കുറേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ പറയുക, ചെറിയ ചെറിയ ഷെഡ് പോലെയൊക്കെ തോന്നുന്നില്ലേ, അതാണ്. ഇതിപ്പോൾ നമ്മുടെ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും മനോഹരമായ കാഴ്ചയാണ്. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഒൺലി തിങ് ഈസ് ഇപ്പോൾ വെയിലായതുകൊണ്ട് എനിക്ക് അവിടെ വന്ന് നിന്നാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇച്ചിരി വെയിലില്ലാത്ത ഭാഗത്ത് നിന്ന് ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ഹിഡൻ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഹിഡൻ സ്പോട്ട് എന്ന് പറയുമ്പോൾ അധികമാറ്റം വരാത്ത സ്ഥലം. ഇച്ചിരി താഴോട്ട് നടക്കണം. ഇവിടെ കടത്തെന്ന് പറയുമ്പോൾ വള്ളം കാണും എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് വള്ളം കയറ് കെട്ടിയിട്ടുണ്ട്, അത് വലിച്ച് അപ്പുറത്ത് കിടക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് നടക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക്. ഇത് അധികാരം വരാത്തൊരു കടവാണ്. ഇങ്ങനെ നടന്നു പോവുകയാണ് നമ്മളെ. ഈ സൈഡിൽ റബ്ബറും കാറ്റാടി മരമൊക്കെയാണ് കാണുന്നത്. അവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ, കുറച്ച് വീടുകളുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ഐലൻഡ് പോലെ തോന്നുന്നില്ല, അവിടെ ഒരു 2-3-4 ഫാമിലീസ് ഉണ്ടെന്ന് പറയുന്നു. അവർക്ക് കടത്ത് പോകാനാണ് ഈ വള്ളം ഇവിടെ ഇട്ടിരിക്കുന്നത്. അവർ സ്വന്തമായിട്ടിങ്ങനെ കയറെ പിടിച്ച് ഇങ്ങനെ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ടല്ലോ, ഇങ്ങനെ നടന്ന് വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ വള്ളം കയറുണ്ട്. ഈ കയറാണ് ഇനി വലിക്കുമ്പോൾ ആ വള്ളം ഇങ്ങോട്ട് വരും. ഓഹോ, ഇവിടെ വേറെ ആരും സഹായിക്കാനില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് വള്ളത്തിനെ വലിച്ച് അടുപ്പിച്ച്. കുറച്ച് ബലം വേണം. അമ്മോ, വള്ളത്തിന് ഇങ്ങോട്ട് അയ്യോ, അവിടെ നിന്ന് വള്ളം ഇങ്ങോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആളില്ലാത്ത വള്ളം കയറിലാണ് അത്. ഇതിനകത്ത് കയറിയാണ് അപ്പുറത്ത് പോകേണ്ടത്. എൻ്റെ ദൈവമേ. അതായത് ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു 3-4 വീട്ടുകാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കടവാണിത്. എത്തിപ്പോയി. അങ്ങനെ ആളില്ലാത്ത ഒരു കടത്തിൽ വന്നു. നമ്മളൊരു പ്രൈവറ്റ് വാഹനത്തിൽ കയറുന്ന പോലെയാണ്. ഇതൊരു 4 വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കടത്ത് വഞ്ചിയാണ്. വഞ്ചിക്കകത്ത് കയറിയിരിക്കുന്നത്, അത് അവിടെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു. ഇവിടെ നിന്ന് കയറ് വലിച്ചു, വഞ്ചി ഇവിടെ വന്നു. തുഴയാനൊന്നും ആളില്ല. വേറൊരു കയറ് ആ സൈഡിൽ കെട്ടിയിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്. അത് വലിക്കാൻ കൂടെ അങ്ങോട്ട്, അതവിടെ കയറിൽ കെട്ടിയിരിക്കുകയാണ്. നമ്മുടെ സാരഥിയാണ്, മിസ്റ്റർ ശിവ വിൽ ബി പുള്ളിങ് ദ റോപ്പ്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് അങ്ങോട്ട് പോകും. അതാണിപ്പോൾ സംഭവിക്കാൻ പോണത്. എനിക്ക് യാതൊന്നും അറിയില്ല, അതായത് നീന്തറിയാത്ത ഞാൻ. ഇത് ശരിക്കും നല്ല ഡീപ്പായിട്ടുള്ള വാട്ടറാണ്. നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ പരിസരത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം ക്രോക്കഡൈലൊക്കെ ഉള്ള വെള്ളം തന്നെയാണ്, പക്ഷെ പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഒരു സ്ഥലവാസി കൂടെ ഉണ്ട്, അത് കാരണം വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഈ വള്ളത്തിനകത്ത്. എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഈ സ്ഥലവാസിയാണ്, ഷെർബിൻ. വാവ്, അദ്ദേഹത്തോട് കയറ് വലിക്കുന്നു, നമ്മുടെ വള്ളം മൂവ് ചെയ്യുന്നു. പോകുന്നുണ്ടല്ലേ, പോടില്ലേ? ചുമ്മാ പോടൂ, ഫാസ്റ്റായിട്ട് പോടൂ. അതെ, നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. ഓ, ഇത് കൊള്ളാം. നോക്കൂ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും വന്ന് ഇതുപോലെ ചെയ്യാം. പക്ഷേ ഈ സ്ഥലം കണ്ടുപിടിക്കണേ. ഇത് 3ാമത്തെ കടവാണ്. നമ്മൾ ഫസ്റ്റ് മായം കടവ്, പിന്നെ സെക്കൻഡ് കടവ്, അതിൻ്റെ ദിസ് ഇസ് ദ തേർഡ് വൺ. ഇതിവിടെ ലോക്കലായിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഈ കടവിന് എന്തെങ്കിലും പേരുണ്ടോ? അൽഫോൺസ കടവ്. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് തോന്നുന്നു, അൽഫോൺസ കടവെന്ന് അന്വേഷിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു 3 people താമസിക്കുക, 3 or 4 families. ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് പോകുന്ന പോലെ നമ്മൾ കടത്ത് വെച്ചില്ല.
നമ്മളേതാണ്ട് ഇപ്പുറത്തെ സൈഡ് എത്തി കേട്ടോ. ഇതാ കടവ് എത്തി, അവിടെ വന്ന് സ്റ്റോപ്പായി. നോക്കിയേ, വണ്ടി ഇനി തിരിക്കുന്നു. വി ആർ ടേണിങ് ദ വള്ളം. ഇനി ഇവിടെ ചുമ്മാ ഇരിക്കാൻ തോന്നുന്നു. ഇവിടെ നല്ല ഷെയ്ഡുണ്ട്, വെള്ളത്തിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇനി വെള്ളം അന്വേഷിച്ച് വരുമ്പോൾ 2 ആൾക്കാർ 2-3 പേര് ഇരിക്കുന്നു. ഇവരെവിടെ നിന്ന് വന്നു എന്ന് വിചാരിക്കും. ഈ വന്ന വഴിക്ക് ഇവിടെ നമ്മളിപ്പോൾ പാസ് ചെയ്യുമ്പോൾ, ഞാൻ തിരിച്ച് പാസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചത്, നമ്മൾ ആ കടവിൽ നിന്നും ഈ കടവിലെത്തി നിൽക്കുകയാണ്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ നല്ല ഡീപ്പായിട്ടുള്ള വാട്ടറാണ്. നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ. ഇതിങ്ങനെ പ്രാന്തപ്രദേശങ്ങളാണ്. വള്ളത്തിലിരുന്ന് ഇങ്ങനെ രസമായിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ 2 ആൾക്കാർ വരുന്നത്, അവരുടെ വള്ളമാണിത്, അവർക്ക് സഞ്ചരിക്കാൻ. ഇപ്പം അങ്ങോട്ട് പോവാണോ? അക്കരയ്ക്ക്. ഓ, നമുക്ക് ഒന്നിച്ച് പോവാം. ഓ, അത് തന്നെ. ഇവിടെ താമസിക്കുന്നല്ലേ? നല്ല രസമല്ലേ? അവർക്ക് എല്ലാ ദിവസവും കടത്ത് വഞ്ചിയിൽ അപ്പുറം ഇപ്പുറം. അവരോട് ചോദിച്ചാൽ അവർ എത്ര രസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇങ്ങനെ പോകാൻ? നല്ല രസം, അടിപൊളിയാണല്ലേ? അപ്പം പിന്നെ നമ്മളൊന്നും വലിക്കണ്ട, അദ്ദേഹം തന്നെ വലിച്ചോളൂ. ക്ലീൻ, എളുപ്പമായി. കുറച്ച് അകത്ത് വെള്ളമുണ്ടല്ലേ? ചേട്ടാ തിരിച്ച് വലിക്കും. യാത്രയിൽ നമുക്ക് കൂട്ട് കിട്ടിയിരിക്കുകയാണ്. 2 പേര് വന്നു, അദ്ദേഹം തന്നെ വലിക്കുന്നു. ഓ, എന്ത് രസമല്ലേ! ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കുറേ മലനിരകളുണ്ട്, വലിയ മലനിരകൾ. ദാറ്റ് ഈസ് കുരിശ്. ഏത് സൈഡിൽ പോയാൽ? ഓ, പാലത്തിൽ പോയാലല്ലേ? നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് അടുത്ത്. അതുപോലെ തോന്നും അല്ലേ? അതായത് കുരിശുമല, കാളിമല, പിന്നെ 2-3 മലകളും കൂടി ഉണ്ട്. അതിൻ്റെയൊക്കെ പേരെന്തായിരുന്നു? കുന്നത്തുമല, പിന്നെ അതെ, കുരിശുമല, വില്ലൂന്നി മല. ഓക്കെ, കാളിമല പറഞ്ഞു, വില്ലൂന്നി മലയുണ്ട്, കൊണ്ടകെട്ടി. യെസ്, അതായത് കുറേ ഫേമസ് ആയിട്ടുള്ള മലനിരകളാണ് കാണുന്നത്. കാളിമല, കുരിശുമല, വില്ലൂന്നി മല. അവിടെയും പോയി. ആ ഭാഗത്ത് കടവിൻ്റെ അവിടെ പോയി നോക്കി, അവിടെ വള്ളമില്ലായിരുന്നു, വള്ളം വേറെ സൈഡിൽ. അതന്നെ. യെസ്, അങ്ങനെ നമ്മൾ കടന്ന് ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ? ഇതുവഴി നേരെ പാലത്തിൽ പോയി കഴിഞ്ഞാൽ ആ കുരിശുമലയൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലെ കാണാം. നടന്നു പോവാം. ഓണം പ്രമാണിച്ച് ഞങ്ങൾ തുറന്നു തന്നു. ആണല്ലേ? വീണ്ടും അടച്ചു. ഏത് പാലോ? ഏത് പുതിയ പാലമാണോ? പുതിയ പാലം. അപ്പൊ എങ്ങനെ കാണും നമ്മള്? അത് കുഴപ്പമില്ല, അവിടെ ആണല്ലേ? പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കുടുംബവും വേറൊരു കുടുംബവും മാത്രമേ ഇപ്പൊ അവിടെ? അളിയനും മാത്രമാണ് അവിടെ ഇപ്പൊ താമസിക്കുന്നത്. ആരുമില്ല. അത് ഇവരുടെ പ്രൈവറ്റ് വണ്ടിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചത് കേട്ടല്ലോ. ഇരുകാലി പറ്റില്ല. മറ്റുള്ള ഏത് ജീവികളെ മനുഷ്യന്മാരെ സൂക്ഷിക്കണം. അതെ അതെ, എപ്പോഴാണെന്ന് ആക്രമണം. അതെ അതെ, ഭയങ്കര രീതിയിലായിരിക്കും. ആണ്. ഇതിനകത്ത് പോകുമ്പോ കൊമ്പാനയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. എവിടെ? നിങ്ങൾ താമസിക്കുന്നതിനടുത്ത് കൊമ്പനാനയുണ്ടോ? കുറച്ചകത്തോട്ട്. ഓ ശരി, കാടാണല്ലോ. ഈ കാട്ടിനകത്ത് പോയ കൊമ്പനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷേ ശല്യമില്ല. അതേ പക്ഷെ മനുഷ്യനാണെങ്കിൽ അവൻ ആക്രമിക്കും. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് സുഖം. 2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ അടുത്തൊരു തീപ്പെട്ടി ഒരു ഉപ്പോ പോയി കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കണം. അതെ, അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഓ മനസ്സിലായി. നമ്മൾ തനിച്ച് താമസിക്കുന്നത്. അതെ, ഞാൻ പട്ടണത്തിലുള്ളതാണ് മാഡം. 37 വർഷമായോ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോഴും? ഓ കൊള്ളാം. ഈ കുട്ടിയെ കണ്ട് പിന്നെ വിളിച്ചോണ്ടങ്ങ് പോയി. ഈ ഭാര്യയെ? അത് ഇവിടെ ഉള്ള ആള് തന്നെയായിരുന്നു. ഓ, എത്ര കുട്ടികളപ്പോൾ നിങ്ങൾക്ക്? അവരൊക്കെ എവിടെയാ? ഡെന്റൽ ക്ലിനിക്കിൽ. കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുമായിട്ട് വീട്ടിലുണ്ട്. ഓ, വീട്ടിലുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ് ഈ കടത്ത് വഞ്ചി വെച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടി. അതിപ്പം പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാണുകയില്ല. പാലം എവിടെ വരുമോ? ഇല്ല മാഡം, മറ്റേ പാലം. എന്നാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കില്ല മാഡം. ഇനിയിപ്പോൾ പാലം വന്നാലോ? ഇത്രയും ഇറങ്ങി പോകണ്ടേ? മറ്റേതാകുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ എന്നാലും നമ്മളെ പോലെ ഉള്ളവർക്ക് വരുമ്പോൾ
വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമല്ലോ. അതൊരു രസമല്ലേ. ഇവർക്കിനി പാലം വരുന്നുണ്ട്, ആ വലിയ പാലം അപ്പുറം. നമുക്ക് അവിടെ പോകാം. അത് വന്നു കഴിഞ്ഞാൽ അത് ലൈവ് ആയാലും പിന്നെ അവർക്ക് ഈ കടത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ. ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല നാച്ചുറൽ. ഓ ശരിയാണ്, കുറേ നടത്തുണ്ട്. അപ്പോൾ എക്സസൈസും ഉണ്ട്. കറക്റ്റ്. അസുഖമൊന്നുമില്ല. ചേട്ടനും വൈഫും സ്കൂട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറി ഇനി സിറ്റിയിലേക്ക് പോകും. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പൂരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് സെയിൻറ്റ് ജോർജ് ഫൊറാന ചർച്ച്. ഇവിടുത്തെ ഫൊറാന പള്ളി എന്നാണ് പറയുന്നത്. അമ്പൂരിയിലെ വിശേഷപ്പെട്ട പള്ളിയാണ് ഈ പള്ളി. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ നോക്കിയോളൂ. ഭഗവാൻ കണ്ടോ, ഈ ഒരു പിക്ചറസ് ആയിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മലനിരകളും ഒക്കെ കാണാം, വാലീസ് ആൻഡ് മൗണ്ടൻസ്. പക്ഷേ ഇവിടെ റോഡിൻ്റെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്. നമുക്കിങ്ങനെ പടികേറി പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു റെസംബ്ലൻസ് തോന്നുന്നുണ്ടോ? ഇത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഈ പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത്, ആ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെയാണ്. ഇവിടെ നോക്കുമ്പോൾ അത് ഏകദേശം ആ മൂവി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഓർമ്മ വരും. അത് കോട്ടയത്തല്ല, ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം, പോയി പ്രാർത്ഥിക്കാം. പള്ളിക്കകത്ത് കയറാൻ പറ്റില്ല, ഇപ്പോൾ ക്ലോസ്ഡ് ടൈമാണ്. പുറത്തുനിന്ന് പ്രാർത്ഥിക്കും. ഇതൊരു പഴയ പള്ളിയാണ് കേട്ടോ. ഇറ്റ്സ് ആൻ ഓൾഡ് ചർച്ച്. പള്ളിയുണ്ടോ ഏതെങ്കിലും നോക്കുമ്പോൾ ക്രോസ് സെക്ഷൻ നോക്കി ഇങ്ങനെ സൈഡിൽ നിന്നുള്ള ഭാഗത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളതൊരു നിർഭാഗ്യമായിപ്പോയി. പക്ഷെ കാണുമ്പോൾ അറിയാമല്ലോ, നല്ല പഴക്കമുള്ളൊരു നല്ല പള്ളി. പള്ളിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇങ്ങനെ പടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റാണ്. പക്ഷെ ഇത് നല്ല സമയമല്ല, ഈവനിങ് ടൈമാണ്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. യാ നോക്കി എല്ലാം കാണാം. കുറേ മലനിരകളും താഴ്വാരവും ഒക്കെ കാണാം. നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ടോ, ബ്ലൂ സ്കൈയും ആ പള്ളിയുടെ ഒരു ഭംഗി നോക്കി. ഇവിടെ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ നീങ്ങുന്നുണ്ട്, നല്ല നീലാകാശവും അതിൻ്റെ താഴെയായിട്ട് ഈ മനോഹരിയായ പള്ളി. അങ്ങനെ പള്ളിയിൽ നിന്നും കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പ്രാർത്ഥിച്ചു, ഈ പരിസരത്തൊക്കെ ഇങ്ങനെ നടന്ന് ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു. ഇപ്പം നല്ല സമയം, ആളും ബഹളവും ഒന്നുമില്ല, കൂളായിട്ട്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് പോകാം. ആ ഭാഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അങ്ങോട്ട് പോകാം. നമ്മൾ അമ്പൂരി ഭാഗത്ത് തന്നെയാണ് കിടന്ന് കറങ്ങുന്നത്. ഇവിടെ പൂച്ചമുക്ക് അമ്പൂരി എന്ന് പറഞ്ഞ് ഒരു ജംഗ്ഷൻ പോയിൻറ്റ്. പൂച്ചമുക്ക് അമ്പൂരി. ഇവിടെ കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ ചായക്കടകൾ. ഇതിലൊരു കടയിൽ കയറുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹോട്ടൽ സൽക്കാര എന്നാണ് കാണുന്നത്. ഓക്കെ, എന്ത് ഉള്ളത് ഇപ്പോൾ ഈ സമയത്ത്? അതെ, ആ അതൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അത് സാധാരണ കാണും അല്ലേ? ഇന്നലെ അവധി ആയതുകൊണ്ട് രാവിലെ ആയിട്ടില്ല, ആയി വരുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചിന് അതൊക്കെ കാണും. ഫിഷ് ഫ്രൈ. ആ, പുഴമീനാണോ അതോ കടൽ മീനാണോ? ഇല്ല. ആ, കപ്പയൊക്കെ ഉണ്ടാവും അത് ഉച്ച സമയത്ത് വന്നാൽ. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണല്ലോ, അപ്പോൾ ഉള്ള സാധനം തരും എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നമ്മൾ
ഇവിടെ തന്നെയാണോ ചേട്ടൻ? അമ്പൂരി നെയ്യാദാം. ഓ ഓക്കെ. ഓ അത് ശരി. ആ അത് ശരി. ഇത് നല്ല കടയാണല്ലേ? ഇവിടെ വരും കാപ്പി കുടിക്കാനൊക്കെ. ഈ ഏരിയയിലെ ഏറ്റവും ബെസ്റ്റ് കടയാണല്ലേ? ഓക്കെ ഓക്കെ. നല്ല ഡീസൻറ്റ്, നല്ല സർവീസാണ്. ഓക്കെ ഓക്കെ. ഇതാണ് സൽക്കാര പൂച്ചമുക്ക്. പൂച്ചമുക്ക് പാലത്തിൻ്റെ അടുത്താണല്ലേ? പുതിയ പാലത്തിൻ്റെ. ആ മനസ്സിലായി, പുതിയ പാലം ഇവിടെ അടുത്താണ്. അടിപൊളി. ഓ പക്ഷെ ഇപ്പോൾ വെയിലായിരിക്കും, ഇപ്പോൾ കാണാൻ അത്ര ഭംഗിയുണ്ടാവും. വണ്ടി പോവാം. ആണല്ലേ? ഓക്കെ. കൊള്ളാം അല്ലേ? പൂച്ചമുക്കെന്ന് പറഞ്ഞ പേര് എനിക്കിഷ്ടമായി. അപ്പോൾ ഇനി ഇവിടുത്തെ ഉള്ള കാര്യം കഴിക്കാൻ കാര്യം ഇവിടെ ഇന്നലെ ഹോളിഡേ ആയിരുന്നു. അത് കാരണം ഒരുപാട് ഐറ്റം ഒന്നുമില്ല. രാവിലെ നോൺ വെജ് ഒന്നുമില്ല. മുട്ട ഉണ്ട്, അപ്പം, പൊറോട്ട, അങ്ങനത്തെ കാര്യം. അപ്പോൾ അത് നമുക്ക് കഴിക്കാം. ഹസ്ബൻഡും വൈഫാണ് ടീം. മുതലാളിമാരാണ് രണ്ടുപേരും. എന്താ പേര്? ഷീബയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അല്ലേ? കറികളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ മുട്ടക്കറിയും ചൂട് പൊറോട്ട, ചമ്മന്തി, കിഴങ്ങ് കറി, അപ്പം. പിന്നെ എന്ത് വേണം ഇതിൽ കൂടുതൽ? ഒരു കട്ടൻ കാപ്പി കിട്ടുമോ ആദ്യം? കുറച്ച് മധുരമൊക്കെ ഇട്ട് ആ ചൂട് പൊറോട്ട, നല്ല സോഫ്റ്റ് പൂ പോലത്തെ അപ്പം. ഇത് കോമ്പിനേഷൻ കിഴങ്ങ് കറി. എനിക്കിഷ്ടമാണ് പൊട്ടറ്റോ കറി. ഇവരിവിടെ കിഴങ്ങ് കറി എന്നാണ് പറയുന്നത്. ഗുഡ് കോംബോ വിത്ത് അപ്പം. നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ, നല്ല വൈറ്റ് കളറിലെ. കാണുമ്പോൾ തന്നെ അറിയാലോ. വെരി നൈസ്. ഹലോ കേട്ടോ. ഒരു നാട്ടും പുറത്ത് വന്നിട്ട് നാടൻ കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുഖം കൊള്ളാം കേട്ടോ. നല്ല അപ്പം, സോഫ്റ്റ് കിഴങ്ങ് കറി. നല്ല എന്തോ ആണല്ലേ? ഓർഡർ ഉണ്ടല്ലേ? ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓ അത് ശരി. കേറ്ററിംഗുകാർക്ക് അല്ലേ? ആ 1000 പേർക്ക് 1000 2000 ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞാൽ ഓർഡേഴ്സ് കൊടുത്താൽ. ഇനി പൊറോട്ട സോഫ്റ്റ് മുട്ടക്കറിയും കൂടി നോക്കി പറയാം. പിന്നെ ദോശ വേണമെന്നുള്ളവർക്ക് ദോശ വിത്ത് ചമ്മന്തി, അല്ലെങ്കിൽ മുട്ട വേണമെങ്കിൽ മുട്ട. ഇതിൻ്റെ കൂടെ മുട്ടക്കറിയും വേണം. വെരി നൈസ്. പ്രത്യേക ഫീലാണ് കേട്ടോ. നാട്ടും പ്രദേശത്ത് വന്ന് കഴിക്കുമ്പോൾ കുഞ്ഞിനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരാൻ കഴിക്കുന്നത്. കാപ്പിപ്പൊടി ഇട്ട കട്ടൻ കാപ്പിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫിയല്ല. ഇത് വെള്ളം വേണം. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ നടക്കാം. ഉച്ചയ്ക്ക് വന്നാൽ നോൺ വെജൊക്കെ കിട്ടും. നോക്കണം. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു. നാടൻ ഭക്ഷണശാല ഹോട്ടൽ സൽക്കാര. കൊള്ളാം കേട്ടോ. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് പൂച്ചമുക്ക് അമ്പൂരി ജംഗ്ഷൻ്റെ വളരെ അടുത്താണ്. ഇവിടെ ഒരു ബസ്സിൻ്റെ ഷെൽട്ടറൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. പിന്നെ ഇനി വേറെ പ്ലാനും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് ഉച്ചയ്ക്ക് കറങ്ങിയിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ട്. കാര്യം ഇവരുടെ നല്ല ഫുഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫ് തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അവർ ഫിഷ് കറി, കപ്പ മീൽസൊക്കെയാണ്, ഫ്രഷ് ഫ്രൈ അല്ല. ഞാൻ വിചാരിച്ചു തിരിച്ചിവിടെ വരുമ്പോൾ ഫിഷ് കറി ഉണ്ടാക്കുന്നതും എടുക്കാം. കപ്പയും ഫിഷ് കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാം. ഞാൻ ഇന്ന് വീട്ടിൽ പോകണില്ലല്ലേ? മേടിച്ചിട്ട് പോയിരുന്നു. ഓഹോ, ഇന്ന് ഇവിടെ തന്നെ ഉണ്ട് അമ്പൂരിയിൽ. അത് കൊഴിയാളല്ലേ? കണ്ണൻ കൊഴിയാള. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫിഷ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ. വിഴിഞ്ഞത്ത് നിന്ന് കൊണ്ടുവരും അല്ലേ? ഓ അത് ശരി. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു ജംഗ്ഷനിൽ, അതായത് പൂച്ചമുക്ക് അമ്പൂരി ജംഗ്ഷനിലും ഉണ്ട്. ഈ കടയുടെ പേരെന്താണ്? ആറുകാണി മഹേഷിൻ്റെ മീൻകട. ഓക്കെ. മഹേഷിൻ്റെ മീൻകടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നോക്കിയാൽ ഇപ്പോൾ വണ്ടിയിൽ വന്നതാണ്. ഇപ്പോൾ ഇത് അയല, ചെറിയ അയലയാണ്. ഇത് കിലോയ്ക്ക് 150 എന്നാണ് പറഞ്ഞല്ലേ? 160. ഭയങ്കര ലാഭമാണ്. അത് വിഴിഞ്ഞത്തുനിന്ന് വന്നതാണ് കേട്ടോ. നിറച്ച് ഐസിട്ട് വെച്ചിരിക്കുന്നു ഇപ്പോൾ കൊണ്ടുവന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ പാടാണല്ലോ, ഇരിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. 1 കിലോ മീനും 1 കിലോ ഐസ് കണക്ക്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ നവര, ഇത് നവരയല്ലേ? നവരയും കിളിമീൻ എന്ന് പറയും. നവര കുറച്ചുകൂടെ വലുതാണ് അല്ലേ? പടയപ്പ. ഓ അത് ശരി. അതുകൊണ്ട് ഇത് കിളിമീനാണ്. റോമിയോ. ഇത് വെള്ളച്ചൂര, അത് കണ്ണൻ കൊഴിയാള. അങ്ങനെ എല്ലാ മീനും. ഇന്നത്തെ നെയ്ച്ചാളയുണ്ടോ? ഷോ എനിക്കിഷ്ടമായിരുന്നു നെയ്ച്ചാള. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് വീട്ടിൽ പോകണം. ഇത് നാടൻ ചാള.
മഹേഷിൻ്റെ മീൻകട കണ്ടോ, ഇതാണ് മിസ്റ്റർ മഹേഷ്. അയ്യോ ഇതല്ലേ, ഓക്കെ. മഹേഷിൻ്റെ മീൻകട അദ്ദേഹത്തിൻ്റെ ഒരു ഓ മഹേഷിൻ്റെ പെങ്ങളാണോ ഇത്? ഓക്കെ ഓക്കെ. മഹേഷിൻ്റെ മീൻ, ഇതൊരു കുഞ്ഞ് ജംഗ്ഷനാണ്. ഓക്കെ, KSRTC ഒക്കെ വരും, അവിടെ വരും. ഇതൊരു ബസ് സ്റ്റാൻഡുണ്ട്, ബസ് ഷെൽട്ടർ. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഹോട്ടൽ, അതിനടുത്ത് വേറൊരു ഹോട്ടലുണ്ട്. പിന്നെ ഇവിടെ ഒരു മീൻകട. ഇതൊരു കുഞ്ഞ് ജംഗ്ഷൻ പോയിന്റ്. ഇതൊരു പ്രൊവിഷൻ സ്റ്റോർ, എല്ലാം കൂടി ചേർന്നത്. പച്ചക്കറി, ചെറിയ മുട്ടായി, അങ്ങനത്തെ കാര്യങ്ങൾ, പഴം ഒക്കെ മേടിക്കാം. എല്ലാവരും പാലത്തിൻ്റെ റെഫറൻസ് പറയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പുതിയ പാലമാണ്, അവർക്കെല്ലാം വലിയ അഭിമാനമാണ് ഈ പാലത്തിനെ കുറിച്ച് പറയുമ്പോൾ. ഇതേപോലൊരു കട അപ്പുറത്തെ സൈഡിലുണ്ട്, ഓപ്പോസിറ്റ് സൈഡ്. അത് മറ്റൊരു കട. അവിടെയും കുറേ മീൻ, ചാളയെല്ലാം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതും കൊണ്ട് ചുമ്മാ ഒന്ന് നോക്കാം. ഐസ് ഇട്ടിട്ട് വെച്ച് വയ്ക്കാം. അവിടെയൊക്കെ മീൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മീനത്തുനിന്ന് വന്നാണോ? ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് നെയ്ച്ചാള അല്ല, നാടൻ ചാള. നാടൻ ചാള. ഞാനിവിടെ ഓവറോൾ ഇങ്ങനെ കണ്ട വിദേശ മദ്യ വിൽപ്പനയും ഉണ്ട് ഇവിടെ. ഓക്കെ, അത് തിരിച്ച് നോക്കിയാൽ കാണാം. ഈ നോക്കുമ്പോൾ ഈ ജംഗ്ഷൻ ആകെ ഇത്രയേ ഉള്ളൂ. ഇത്രയും കുറച്ച് കടകളും നേരെ മുകളിലോട്ട് വലിയ ഒരു പാറയും ബാക്ക് ഡ്രോപ്പ് കണ്ടില്ലേ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ചെറിയ കവല എന്നൊക്കെ നമ്മൾ പറയില്ലേ, വഴി ഒരു ജംഗ്ഷൻ. കോട്ടയം കുഞ്ഞച്ചൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഈ ഒരു ചെറിയ കവലയിൽ. പൂച്ചമുക്ക്, അങ്ങനെ പൂച്ചമുക്ക്. ഇനി കട തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് തുറന്ന് വരുന്നേ ഉള്ളൂ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കട. മുകളിലേക്ക് പോകുമ്പോഴും ഒരു 2-3 ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ കടകൾ കേട്ടോ. ഇപ്പോൾ നമ്മൾ അമ്പൂരി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. വളരെ അടുത്താണ്, എല്ലാം കൂടി ഒരു 10-15 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലമൊക്കെ. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. ഓക്കെ, ഇത് കാണുന്നു സെയിൻറ്റ് തോമസ് HSS അമ്പൂരി. ഇത് മറ്റൊരു അമ്പൂരി ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ പൂച്ചമുക്കിൽ നിന്നും അമ്പൂരി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി 5 മിനിറ്റ്സ് അപ്പോഴത്തേക്ക് എത്തും. ഇവിടെയും കുറേ ഷോപ്സ് ഉണ്ട്. പൂച്ചമുക്ക് കുറച്ചുകൂടി ചെറിയൊരു ടൗൺഷിപ്പ് ചെറിയ കവലയായിരുന്നു. ഇത് കുറച്ചുകൂടി വലുത്, കൂടുതൽ കടകളും കൂടുതൽ ആൾക്കാരും ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. ഇവിടെ ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. സഹകരണ ബാങ്കുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, പാത്രക്കടകൾ, ഫാൻസി സ്റ്റോർ, ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, ബേക്കറീസ്, പിന്നെന്താ പഴക്കടകൾ, പഴം, ഫ്രൂട്ട്സ് മുതലായ കാര്യങ്ങൾ, ലോട്ടറി കട വരെ ഉണ്ട്. ഓ, എല്ലാം ഉണ്ട്. ഓക്കെ, ജീപ്പ് എടുത്തിട്ട് ഇങ്ങനെ കുറേ പോയിൻറ്റ്സിലൊക്കെ പോകാനായിട്ട്, അതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലെ ജീപ്പൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓഫ് റോഡൊക്കെ പോകാനായിട്ട് അതിവിടെ ഈ ഒരു ജംഗ്ഷനിൽ നടക്കും. ഇത് നോക്കിയാൽ ഈ സൈഡിലൊരു വലിയ മലയുണ്ട്. ഇതാണ് കന്നിത്തൂൺ മൂട് എന്ന് പറയുന്ന മല. അതിൻ്റെ അടിവാരത്തിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ നിന്നും മുന്നോട്ട് പോകുന്നു. ഇത് ഈ അമ്പൂരി പറയുമ്പോൾ ടൗണിൻ്റെ ചുറ്റും നോക്കിയാൽ ഫുൾ നല്ല വനപ്രദേശവും മലകളും വാലീസും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ് ഉള്ള ഒരു എന്താ പറയേണ്ട ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൗൺഷിപ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങിയാൽ മതി, പല ഭാഗത്തേക്കും നമുക്ക് പോകാം. ഓഫ് റോഡായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഓഫ് റോഡ് ഏരിയയിലല്ല, കാറ് പോകുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ കുറച്ച് താഴേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. സ്ലോ താഴേക്ക് പോകാം. ഈ പോകുന്ന വഴിയിലെല്ലാം ചില ഭാഗങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡിലില്ല, ഇപ്പുറത്തെ സൈഡിലൊക്കെ ചില വീടുകൾ കാണാം. ആൾക്കാരൊക്കെ 2 വീലേഴ്സിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് വലിയ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കാണുന്നുണ്ട്, കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ റോഡ് കുറച്ച് മോശമാണ്. ഓക്കെ, ഇങ്ങനെ കുറേ വീടുകളുണ്ട് കേട്ടോ ഈ സൈഡിൽ, ആ സൈഡിൽ. അവിടെ കുറച്ച് താഴോട്ടൊരു ഭയങ്കര താഴ്ച പോലെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ബ്ലൂ സ്കൈയും. അവിടെ കാട് കേട്ടോ, ആ പ്രദേശം എല്ലാം കാടാണ്, വനമേഖലയാണ്. കന്നിത്തൂൺ മൂടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മലയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അടുത്തുകൊണ്ടിരിക്കും. നമ്മളതിൻ്റെ താഴേക്കാണ് പോകുന്നത്. നമ്മളിങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് പല റീലുകളിലും മുഖ്യ കഥാപാത്രമായിരുന്ന പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഇവിടുത്തെ പഴയ പാലം. അങ്ങനെ നെയ്യാർ എന്ന് പറയുന്ന നദിയുടെ കുറുകെയുള്ള മനോഹരമായ പാലം. എന്ത് രസമായിരിക്കണം. ചില വെയിലായി പോയെന്നേ ഉള്ളൂ, ഞാൻ കുട എടുക്കാൻ പോകണം. നല്ലൊരു കുത്തിറക്ക് പോലെയാണ്. ഇതുവഴിയാണ് ഇവിടെ ഈ കരയിൽ നിന്ന് അക്കരയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. കടത്തല്ലാത്ത ഭാഗത്ത് കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു മാർഗം. പക്ഷേ ഇത് ഓട്ടോറിക്ഷയും 2 വീലേഴ്സും ഒക്കെ പോവും, ആൾക്കാർക്ക് നടക്കാം. പക്ഷേ ഇപ്പോൾ പുതിയ പാലം വന്നു. ആ പുതിയ പാലം നമ്മൾ കാണും. സോ ബ്യൂട്ടിഫുൾ. ചുറ്റും മലകളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലമൊക്കെ. വാവ്, അതെ അങ്ങോട്ട് നോക്കി.
നല്ല ഭംഗിയുണ്ട്, നോക്കി എന്ത് രസമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ഒരുപാട് പേര് റീൽസൊക്കെ ചെയ്തിട്ടുള്ള പാലമാണിത് കേട്ടോ. പന്തപ്ലാമൂട് പാലം. ഓക്കെ, അതാണ് ഈ പാലത്തിൻ്റെ പേര്. അയ്യോ, ഒരു 2 വീലർ വരുന്നു. അയ്യോ, പതുക്കെ പതുക്കെ പതുക്കെ. എന്ത് സ്പീഡ്, ഞാൻ പേടിച്ചു. ചാരാൻ വേറെ സ്ഥലമില്ല, അങ്ങോട്ട് പോയാൽ വെള്ളത്തിന്. ഓ ഹാ ഹാ, ഇപ്പോൾ ഒരു നല്ല കൂൾ ക്ലൈമറ്റായി. ഭയങ്കര വെയിലായിരുന്നു അങ്ങോട്ട് കയറിയപ്പോൾ. ഇപ്പം ഒന്ന് ഏതോ ഒരു മേഘം കയറി സൂര്യൻ്റെ കുറച്ചൊരു കാഠിന്യം കുറച്ചിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും വന്നാൽ കാണാൻ പറ്റുന്ന കാര്യമാണിത്. അമ്പൂരിയിൽ വന്നിട്ട് ആ പഴയ പാലം അന്വേഷിച്ചാൽ മതി. അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ്. ആ പാറ, കുറേ വലിയ പാറകൾ അവിടെ, അത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് ആനയൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, 1, 2, 3 വീടുകളൊക്കെ ഉണ്ട് ആ ഭാഗത്തും ഈ ഭാഗത്തും, 2 കരകളിലായിട്ട് 2 സൈഡിൽ. വീണ്ടും വെയിൽ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു. ആ മേഘം മാറിയും തോന്നുന്നു. ഇങ്ങനെ ചുമ്മാ നടക്കാം. ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ട് കേട്ടോ, മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. അത് ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കുടയും കൊണ്ട് വീട്ടിൽ വന്നു. വാവ്, ഒരു ഓട്ടോ വന്നപ്പോൾ ഇറങ്ങി ഓടിയതാണ്. കാര്യം ഓട്ടോ വന്നാൽ നമുക്ക് 2 കൂടെ നടക്കില്ല കേട്ടോ. ഐദർ ഓട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു. അപ്പം ഇത് ശരിക്കും ഒരു നടപ്പാതയാണ്, പക്ഷേ ഇവിടുത്തെ ഈ 2 വീലേഴ്സും എല്ലാം ഓട്ടോയൊക്കെ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പെഡസ്ട്രിയൻസിന് തന്നെയാണ് മുൻഗണന. അപ്പോൾ ഈ മലയുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് അഗസ്ത്യാർകൂടം, ഇപ്പുറത്തെ സൈഡിലായിട്ട് കോതയാർ, അതൊക്കെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. പച്ചക്കൊടയുമായിട്ട് പാലത്തിൻ്റെ നടുക്ക് വന്ന് നിൽക്കുവാണ്. ഇവിടുത്തെ നാട്ടുകാർ കാണുന്നുണ്ട്, അവരുടെ സ്ഥലം ഓക്യുപ്പൈ ചെയ്തിരിക്കുക. ഞാൻ ഇവിടെ ഒരു ചെറിയ വീട്, പക്ഷേ എന്ത് രസമാണ് നോക്കും. അവരുടെ ഒരു ആംബിയൻസ് ആലോചിച്ച് നോക്കും. അവിടെ നിന്ന് നേരെ പടിക്കെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം, അവിടെ നോക്കി പാലം കാണാം. അയ്യോ, അടുത്ത ഓട്ടോ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് പോകേണ്ടി വരും, വഴി മാറി കൊടുക്കാം. ഓട്ടോ സ്പീഡിൽ വരുന്നു. ചേട്ടാ ഓട, ഒന്ന് ഒതുങ്ങി കൊടുക്കാം. ഇതാണൊരു ബുദ്ധിമുട്ട്. അവിടെ ചെന്ന് നിന്നാൽ 2 വീലേഴ്സ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഓട്ടോ വന്നു കഴിഞ്ഞാൽ മാറേണ്ടി വരും, ഒന്നിച്ച് പോവില്ല. അടുത്തൊരു പള്ളിയുടെ പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഇത് കരിമംകുളം എന്ന് പറയുന്ന സ്ഥലം. ഇതെല്ലാം അമ്പൂരി ആണ്. ഇവിടുത്തെ ചേർച്ചാണ് കരിമംകുളം ചേർച്ച്. ഇത് ആക്ച്വലി നമ്മൾ രാവിലെ ആദ്യം വന്നപ്പോൾ ആ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഒരു കടത്ത് ഭാഗത്ത് വന്നില്ലേ, ഫസ്റ്റ് കടത്ത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് വള്ളം അന്വേഷിച്ച് അവിടെ വന്നതാണ്. അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മൾ ആദ്യം നിന്ന് ഡക്കിനെയെല്ലാം കണ്ട ഭാഗം. അവിടെ നിന്ന് ആ വള്ളത്തെ കയറി വന്നിരുന്നെങ്കിൽ നേരെ പള്ളിയിലേക്ക് വരായിരുന്നു. പക്ഷേ അന്നേരം വള്ളം അവിടെ ഇല്ലായിരുന്നു. കടത്തുകാരൻ വള്ളമായിട്ട് എവിടെ പോയി. ഇപ്പോൾ നമ്മൾ ചുറ്റി വന്നു, പക്ഷേ ഇത് അല്ലാണ്ടും വരാൻ പറ്റും. റോഡിലൂടെ കറങ്ങി പള്ളിയുടെ ഫ്രണ്ടിലെത്തി. പക്ഷേ ഇപ്പോൾ എല്ലാം ഉച്ച സമയമാകുന്നു. ഇപ്പോൾ സമയം എന്താണെന്ന് വെച്ചാൽ ഒരു 11 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ പള്ളിയെല്ലാം അടഞ്ഞിരിക്കുന്ന സമയം. പക്ഷേ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നാലല്ലേ, ഏർലി മോർണിംഗ് അവേഴ്സ് വന്നാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. ഇവിടുത്തെ ബെഞ്ചസൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ, നല്ല വ്യൂ. ഇവിടെ ഇരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പള്ളിയിൽ പ്രാർത്ഥിക്കുക, ഇവിടെ വന്നിരിക്കുക. ഓഹോ, നെയ്യാറിൻ്റെ നല്ല നല്ല ക്ലിയർ വാട്ടർ. ഇവിടെയൊക്കെ നോക്കി എന്ത് രസം. എൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ച നോക്കൂ. സച്ച് എ ബ്യൂട്ടിഫുൾ സ്പോട്ട്. വെറുതെ ഇരുന്നാൽ മതി ഇവിടെ. ഇതെല്ലാം നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയാസാണ്. കംപ്ലീറ്റ് നെയ്യാറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ അല്ലേ, എന്ത് രസം. ഇവിടെ വെയിലൊന്നുമില്ല, ഇവിടെ തെങ്ങിൻ്റെ ഷെയ്ഡുണ്ട്, കുഞ്ഞു തെങ്ങാണ്. പക്ഷെ അത്യാവശ്യം നല്ല കാറ്റും. ശാന്തസുന്ദരമായി നദി ഒഴുകുന്നുണ്ടോ. നിറയെ ഫിഷൊക്കെ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ഇവിടുത്തെ വള്ളം എങ്ങോട്ട് പോയി? അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കടത്ത് വള്ളം. സാധാരണ അവിടെ കിടക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വള്ളത്തിനെ കാണാനില്ല. ഓ അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലേ. ഓക്കെ. പള്ളി എത്ര മണിക്ക് തുറക്കും? പള്ളി ആണോ? ആഴ്ചയിൽ ഒരിക്കലേ തുറക്കുള്ളൂ? ഞായറാഴ്ച ആയിരിക്കും ഈ പള്ളി ആരാധന. ഒള്ളി ഞായറാഴ്ച അല്ലേ, അല്ലാത്ത ദിവസമൊന്നും തുറക്കില്ല. വ്യാഴാഴ്ച. ഓഹോ. ഇവരുടെ പള്ളി തന്നെ മെയിൻ പള്ളി അവിടെ അക്കരെ ഉണ്ട്.
വേറെ പള്ളിയുണ്ട്, മെയിൻ പള്ളി. അവരെല്ലാവരും അങ്ങോട്ട് ഓ അത് ശരി. ഇത് വ്യാഴവും ഞായറും തുറക്കുന്നത്. ഇതൊക്കെ കാട് തന്നെയല്ലേ ഈ കാണുന്നത്? തുരുത്തു പോലെ ഇരിക്കുന്നത് എല്ലാം കാട് തന്നെയല്ലേ? മൃഗങ്ങളുണ്ടാവോ? മൃഗങ്ങൾ കാണും. എന്താ വന്യമൃഗങ്ങളുണ്ടോ എന്നറിയില്ല. ആ, കുരങ്ങുണ്ടാവോ? കുരങ്ങുണ്ട്. കുരങ്ങ് നമ്മുടെ അവിടെ കുരങ്ങിന് ഒരു ദാരിദ്ര്യമില്ല. കുരങ്ങിനൊരു താല്പര്യമില്ല. അത് തന്നെ. ഞാൻ താമസിക്കുന്നത് 3-4 കിലോമീറ്റർ അങ്ങ് വരെ പച്ചക്കണക്കിന് വരും. ആണോ? അപ്പൊ മ്ലാവുണ്ടാവും. ആനയൊന്നും ഇല്ലല്ലോ? അത് അവിടെ ആ കുന്നിൻ്റെ അവിടെ. ആ, ഈ കുട്ടി കുട്ടി കാടിലൊന്നും ഇല്ലല്ലോ? പ്ലാവുണ്ടെന്ന് പറഞ്ഞത് ഇവർക്കൊക്കെ അറിയാം. ഇവരവിടെ സ്ഥിരം താമസം. ഓ മനസ്സിലായി. ആള് കയറും കേട്ടോ. വന്യജീവികളായിട്ട് അങ്ങനെയില്ല. പക്ഷെ അങ്ങോട്ട് പോയ വലിയ മലയിലൊക്കെ എല്ലാം മനസ്സിലായി. ആ മലയിലൊക്കെ ഉണ്ടാവും. ആ, അങ്ങോട്ടാ അവരുള്ളിലോട്ട് അങ്ങ് പോയി. ആ ഓക്കെ. റബ്ബറിന്റെ കൊണ്ടയൊക്കെ അടിച്ചു വിട്ടിട്ട് ആണോ? മ്ലാവോ? ഓ ശരി. ഇവിടെ ആണോ? 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ. അതിന്റെ കുരുന്നിനെ കടിച്ചിട്ട്. അയ്യോ, ഇതൊക്കെ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. മ്ലാവ് വന്ന് ശല്യപ്പെടുത്തുന്ന കഥകൾ. ഒരു 3-4 കിലോമീറ്റർ ഇവിടെ നിന്ന് 100 കണക്കിന് കുരങ്ങന്മാർ ഒത്തുവരും. ഒത്തു വന്നിട്ട് ഉള്ളത് മുഴുക്കും നശിപ്പിക്കും. പേരയ്ക്ക ആണോ? എല്ലാം അടിച്ചോണ്ട് പോകും. ഓ എല്ലാം ആക്രമിക്കും. എന്നുവെച്ചാൽ അവര് കഴിക്കേണ്ടത് മാത്രം അല്ല, അല്ലാത്തതും പിടിക്കും. ദൂരെ കളഞ്ഞിട്ട് പോകും. അത് കരിക്ക് ആ ദൂരെ കുടിക്കുന്നത് കാണാൻ ആണല്ലേ കാണാൻ. ആ ഓഹോ. നമ്മുടെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് ഈ തിരുവനന്തപുരം ആ മേലെ പിടിച്ച് അവിടെ കൊണ്ട് തള്ളിയതായതല്ല. അവിടെ നിന്ന് എങ്ങാണ്ട് കൊണ്ട് തള്ളിയതാണ്. അത് ഇവിടെ തിരുവനന്തപുരം പരിസരത്തുനിന്ന് കുരക്കന്മാര് എല്ലാവരെ കുറിച്ചും പരാതിയാ. തേങ്ങയൊക്കെ പൊട്ടിച്ച് കരിക്ക വെട്ടിയിട്ട് കുടിക്കുന്ന കാണാൻ രസമാണ്. അമ്മമാര് പൊട്ടിച്ച്. ആ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴേ ആ സൈഡിൽ തെങ്ങിലേക്ക് കയറിയിട്ട് ആ ഉയരം കയറിയിരുന്ന് അടത്ത് ആ കുടിക്കാൻ പൊട്ടിച്ച് ഇതിൻ്റെ കൊണ്ട പൊട്ടിച്ച് കുടിക്കത്തൊക്കെ കുടിക്കും. ആ ഇത് വളരെ സൂക്ഷിക്കുകയാണ്. എന്താണെന്ന് അറിയാം. ഉപദ്രവിക്കോ? എറിഞ്ഞു തരും അല്ലേ? എടുത്ത് എറിയും. അവിടെ കയറി നിന്നിട്ട് ആ ആ എന്തെങ്കിലും മോശമായ രീതിയിൽ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവന് ദേഷ്യം വരും. ആക്രമിക്കും. കൊച്ചങ്ങ എടുത്ത് എറിഞ്ഞു കൊടുക്കും കുരങ്ങൻ. തിരുവനന്തപുരം മേലെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടിട്ടെന്ന് പറയുന്നത്. അവിടെ ഇവിടെ നിന്നാണോ കുരങ്ങിനെ കൊണ്ടുവിട്ടത്? പന്നിയെ കൊണ്ടുവെക്കുന്ന രീതി പന്നി. മലയെണ്ണാന്ന് പറയുന്ന സാധനം അതിനെ കൊണ്ടുവെക്കുന്ന രീതി അപ്പോൾ ചുരുക്കം പറഞ്ഞ എല്ലാവരും ഭക്ഷണക്കാരാണ്. മലയണ്ണാന്, കുരങ്ങ്, പന്നി. എന്തോ പണ്ട് നമ്മൾ കുരങ്ങനെ കാണുന്നത് എങ്ങനെയാണ്? ആണ്ടിലൊരിക്കൽ 2 വർഷത്തിലൊരിക്കൽ ഒരു ഡോലർ ഇങ്ങനെ അടിക്കും. ആൾക്കാർ കൊണ്ടുവരുന്നേ. ആ അങ്ങനെ അത് ട്രെയിൻ ചെയ്ത മങ്കീസാണ്. ആ ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ കാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നുണ്ട് ആവശ്യം പോലെ മങ്കീസ്. ഇങ്ങനെയാണ് ഞാൻ കുരങ്ങ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. തെങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ വരുന്നത് ചാടി ചാടി. ഇപ്പൊ ഇഷ്ടംപോലെ കാണുന്നില്ലേ? ശല്യമായി. നമ്മൾ നട്ടുവളർത്തുന്ന സാധനങ്ങൾ നശിപ്പിച്ചിട്ട് പോവുക. അതെ 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 മനസ്സിലായി. ഇവിടെയൊക്കെ മീൻ പിടിക്കുവോ? ഇവിടെയൊക്കെ ഇല്ല. ഈ ഭാഗത്ത് ചൂണ്ടയിട്ടാൽ കിട്ടില്ലല്ലോ. വലയിട്ട് പിടിക്കുന്നത്. 1-2 ആഴ്ചയിലൊരിക്കൊക്കെ അടുത്ത് താമസിക്കുന്നവരെ വലയിട്ട് പിടിക്കും. അത് വലിയ മീനൊന്നും കാണൂല. ചെറുത്. അപ്പം എന്തായാലും രസമാണ് ഇവിടുത്തെ. ഞാൻ ട്രിവാൻഡ്രം. തിരുവനന്തപുരം കിഴക്കേക്കോട്ട. അവിടെ കോട്ടയ്ക്കകം. അറിയാമോ? രാമേന്ദ്രയൊക്കെ അറിയോ? അതിൻ്റെ പുറകിലായിട്ട് വരും. ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണിത്. 1 hour ഫ്രം ട്രിവാൻഡ്രം സിറ്റി, അമ്പൂരിയിലെത്താൻ. ചേട്ടാ എക്സസൈസ് ചെയ്യണോ? തെങ്ങിൻ്റെ ചുറ്റും നടന്ന് ആണല്ലേ? ഓക്കെ. പുള്ളി നടക്കുകയാണ്, എക്സസൈസ് ചെയ്യണം. ആ സ്ട്രോക്ക് വന്നിരുന്നു അല്ലേ? ആ മനസ്സിലായി. ഇപ്പോൾ പുള്ളി ഇങ്ങനെ തെങ്ങിന് ചുറ്റും ഇങ്ങനെ പതുക്കെ പിടിച്ച് നടക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അദ്ദേഹത്തിന് എക്സസൈസ് ആവശ്യമാണ്. ഓക്കെ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കിക്കോളൂ. ഇത് ഫോട്ടോയ്ക്ക്, റീലിന്, എല്ലാത്തിനും ബെസ്റ്റ് പ്ലേസ്. ഇപ്പോൾ വെയിലൊക്കെ പോയിട്ടോ. സമയം ഒന്നും ആയിട്ടില്ല, 11:30 ആയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാണ് തോന്നുന്നു. ഭയങ്കര വെയിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡള്ളാവും. വേണമെങ്കിൽ മഴ കിട്ടും. ഇപ്പോൾ എന്തായാലും നല്ല ഒരു സൂപ്പർബ് ക്ലൈമറ്റിൽ നിൽക്കുവാണ്. പള്ളി പരിസരത്ത് തന്നെ എത്ര നേരമായിരുന്നറിയാം ഇവിടെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി തിരിച്ച് പോകണം. കാര്യം ഇവിടെ എങ്ങോട്ട് പോയാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ പ്ലേസാണ് കേട്ടോ. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. പിന്നെ വേറെ കാര്യമുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് അവിടെ പോയാൽ അവർ മീൻകറി ഉണ്ടാക്കുന്നത് കാണാമല്ലോ.
അവിടെയും കൂടി ഒന്ന് പോയി നമുക്ക് അവിടെ നിന്ന് കപ്പയും മീനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ജംഗ്ഷനിലേക്ക്. സൽക്കാര നാടൻ തട്ടുകടയുടെ ഭാഗത്തേക്ക് എത്തുന്നു. ഓ സന്തോഷം. അത് മതി ഉള്ള സൗകര്യം മതി. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ ചൂര മേടിച്ചിട്ട് വേളാപ്പാരയായിരുന്നല്ലേ? ഓ വെരി ഗുഡ്. വേളാപ്പാര നല്ല മീനാണ്. ഇവിടുത്തെ ഓൾറെഡി മീൻ വെച്ച് കഴിഞ്ഞു ഒരു റൗണ്ട്. ഇത് തേങ്ങ അരച്ചാ? അത് അടുപ്പ് കിടക്കുന്നോ? ഇത് തേങ്ങ അരച്ച കറി. ഇവിടുത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ആയി. നോക്കിക്കോളൂ. ഇത് തേങ്ങ അരച്ച കറി. ഓക്കെ. ഇതെന്ത് മീനായിരുന്നു? കണ്ണൻകുഴിയാള. ഓക്കെ. ഇത് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കണു. ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളാണ്. ഓക്കെ. ഇനി വേളാപ്പാര വെച്ചിട്ട് ഇനി ഒരു ചുമന്ന കറി ഉണ്ടാക്കാൻ പോണു. അത് നമ്മൾ കാണാൻ പോണു. ഇവിടുത്തെ മെയിൻ ഷെഫ് എവിടെ? ഭാര്യ ഷെഫ് വേറെ ജോലിയിലാണല്ലേ? ആ ലഞ്ച് ടൈമായി. അപ്പോൾ ഒരു ഇച്ചിരി തിരക്കുണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ വേളാപ്പാര. ഇതിപ്പോൾ എത്ര വരും? ഒരു കിലോ 1.5 കിലോ വെളിച്ചെണ്ണ. ഇനി ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണേ. കുറച്ച് കൂടുതൽ വേണം വെളിച്ചെണ്ണ മുളക് കറിക്ക്. വെളിച്ചെണ്ണ വില വളരെ കൂടുതലാണ്. അത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ടും ഇത്രയും ഒഴിക്കുന്നു. അതെ. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ബോവാസ്. ബോവാസ്. ഓ വളരെ റയർ നെയിമാണ്. ബോവാസ്. BOVAS. ബോവാസ്. അദ്ദേഹത്തിൻ്റെ കടയാണിത്. അപ്പോൾ ലഞ്ചിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. അതിന് മുമ്പ് ഈ ജോലി ഒന്ന് തീർക്കണം. ഓക്കെ. അപ്പോൾ എണ്ണ നല്ല ചൂടായി. കടുകിട്ടു. തീയൊരൽപ്പം കുറയ്ക്കുന്നു. എന്നിട്ട് ഇച്ചിരി ഉലുവ, കറിവേപ്പില, പച്ചമുളക് കുറച്ച് മുറിച്ചത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇച്ചിരി ഉണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ടാവും. അത് നീളത്തിന് അരിച്ചത്. വെളുത്തുള്ളി ഒരു ഉരുണ്ട ഒരുണ്ട വെളുത്തുള്ളി. അതൊരു 8 അല്ലി ഉണ്ടാവും നീളത്തിന് അരിച്ചത്. പിന്നെ പച്ചമുളക് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 5 പച്ചമുളക്. 2 മുളക്. ഓക്കെ. നല്ല മണം. ഇത് പിരിയൻ മുളകാണോ? പിരിയൻ മുളക്. രണ്ടും കൂടെ മിക്സ് ആക്കിയത്. അതെ. എരിവും വേണം. ഓക്കെ. വേണം. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല. അത് 50-50 ആണെന്ന് തോന്നുന്നു. അതായത് പിരിയൻ മുളക് പൊടി, എരിവുള്ള സാധാരണ മുളക് പൊടി. അതേ പറ്റുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിന് മൂത്ത്. ഇതിപ്പോൾ കുടംപുളിയാണ് ഇടുന്നത്. അത് ഓക്കെ. മനസ്സിലായി. ഓക്കെ. വനത്തിൽ നിന്ന് കിട്ടുന്നതാണോ? ഓ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നോർമൽ വാട്ടറല്ല, റൂം ടെമ്പറേച്ചറല്ല, ചൂടുവെള്ളം. കറക്റ്റ് കളറ്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നു. ഓക്കെ. അപ്പോൾ നല്ലൊരു കളറായല്ലോ. ഒരു നല്ല ഓറഞ്ച് റെഡ് കളർ. കറക്റ്റ് പാകമാണ്. മൂപ്പും കാര്യങ്ങളും എല്ലാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ ഇട്ടായിരുന്നോ? 1/2 ടീസ്പൂൺ. കുറച്ച് വെള്ളം കൂടി വേണം. ചൂടുവെള്ളം. ഗ്രേവി വേണമല്ലോ. ഇനി പുളിയുണ്ട്. കുടംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. എരിവും കൂടുതൽ വേണം, പുളിയും കൂടുതൽ വേണം, എണ്ണയും കൂടുതൽ വേണം. അതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. കറിവേപ്പില. ഓ ലാവിഷ്. അത് ഇത്രയും കറിവേപ്പില ചേർത്തല്ലേ? വെരി ഗുഡ്. കൊള്ളാം. അതിൻ്റെ ടേസ്റ്റ് കൂട്ടും. കല്യാണത്തിന് ഓർഡർ വെച്ച്. ഓക്കെ. ഫിഷ് ഇടും. കറിവേപ്പിലയിലാണ് വേവിച്ചെടുക്കുന്നത് അല്ലേ? ആ സ്റ്റൈലാണ്. കറിവേപ്പില നല്ല രീതിയിൽ ചേർക്കുന്ന ആളാണ്. ഓക്കെ. അതിന് സ്പെഷ്യൽ ടേസ്റ്റാണ്. ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പിടും. ഉപ്പ് നല്ല തിളച്ചു. ഉപ്പ് ഇട്ടു. കുറച്ച് നേരം തിളച്ചിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് കഷ്ണങ്ങൾ ഇടുള്ളൂ അല്ലേ? ആ പച്ച ചുവയൊക്കെ ഒന്ന്, ആ പുളിയൊക്കെ നന്നായിട്ട് അരപ്പിൽ പിടിച്ചിട്ട് പുളിയുടെ ആ സത്തെല്ലാം ഇറങ്ങിയിട്ടാണ് ഫിഷ്.
എരിവ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? ഇവിടെ എല്ലാം ഇതിൻ്റെ തൊട്ടുപോലൊരു ബിവറേജസ് ഉണ്ടോ? വിദേശ, അതായത് കുപ്പി മേടിച്ചോണ്ട് പോവാം ആൾക്കാർക്ക്, ഇരുന്ന് കഴിക്കുന്നതല്ലല്ലോ. ചെറിയൊരു ഗ്രാമപ്രദേശമാണെങ്കിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാം, നല്ല ഫ്രഷ് വേളാപ്പാരാസ്. വീണ്ടും കറിയില്ല, കണ്ടല്ലോ, അടിപൊളിയായിട്ട് വിട്ട്. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കും, ഇളക്കത്തില്ല. ആ, ഇനി തീ കുറയ്ക്കുമായിരിക്കും അല്ലേ? ആ, തീ കുറച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് കുറുകി ആ എണ്ണയൊക്കെ തെളിയുന്നൊരു പാകമാക്കി എടുക്കും. ഇനി എന്തെങ്കിലും ലാസ്റ്റ് ചേർക്കാനുണ്ടോ? ഒരു സാധനം, ഉലുവാപ്പൊടി, ആ കുറച്ച് ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കും. ഇപ്പോൾ അടച്ചിടുന്നു ചെറിയ രീതിയിൽ. ഇത് ആക്ച്വലി പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പുഴമീനിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്, പുഴമീനിൽ. പക്ഷേ പുഴമീൻ എത്തുമ്പോൾ 3 മണിയാകും. അപ്പോൾ നമുക്ക് സമയക്കുറവുണ്ട്, ലേറ്റാകും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ വേളാപ്പാരയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പുഴമീനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതൊന്നും എന്ത് കിട്ടിയാൽ മതി. കപ്പ റെഡിയാണോ? മീൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാണ്. നമുക്കിനി കപ്പയും മീനും കൂടി കഴിച്ചിട്ട് പോകാം. അവിടെ ഉച്ചയ്ക്ക് ഊണിനുള്ള പരിപാടിയൊക്കെ അവിടെ അകത്ത് നടക്കുന്നുണ്ട്, അവിയൽ അങ്ങനത്തെ കാര്യങ്ങൾ. ആ, നാടൻ കണ്ടാൽ അറിയാലോ നല്ലതാണെന്ന്. ആ കളറും ഇതൊക്കെ കാണുമ്പോൾ അറിയാം. പച്ച എത്തിക്ക തന്നെയാണ് ഇടുന്നത് അല്ലേ? അതിൻ്റെ ആ വ്യത്യാസം അറിയാൻ പറ്റും. കപ്പ നല്ല വേവിച്ചാണോ? നല്ലതായിട്ട് അല്ല, കുഴച്ചെടുക്കുന്ന പോലെ. അത് അരപ്പ് ചേർക്കുമോ? അത് തേങ്ങ ചേർത്തുണ്ടാക്കുന്നതാണ്. ആ, ആ, തേങ്ങ ജീരകം ചേർക്കോ? ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി. ആ, വീടുകളിലൊക്കെ ചെയ്യുന്നൊരു പാറ്റേൺ തന്നെ. ആ, ഒരുപാട് വേണ്ട. ആ, നല്ല കുറച്ച്. ഓക്കെ. ഉച്ചയാകുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. പാഴ്സൽ. അപ്പോൾ അതെ ഏതാണ്ട് വറ്റി അല്ലേ? മീൻസ് നല്ല കുറുകി. ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നു. ആ, അതാണ് അതിൻ്റെ ഒരു ഫൈനൽ ടേസ്റ്റ്. ഗംഭീരം. ഇനി കറിവേപ്പില ഇടില്ലേ? ഇല്ല. ഓക്കെ, കഴിയും. നല്ല കുറുകിയ ചാറോടുകൂടി സെറ്റ്. ഇനി ഇത് കപ്പയും കൂട്ടി കഴിക്കാൻ പോകാണ്. ചോറ് വേണ്ട, കപ്പയും ഫിഷ് കറിയാണ് കഴിക്കാൻ പോകണം. മുളകിട്ട കറി. അതെ, നാടൻ സ്റ്റൈൽ, അമ്പൂരി സ്റ്റൈൽ. ലാസ്റ്റ് ബോർഡറാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയാൽ തമിഴ്നാടാണ്. ആയി. ഓ, ഇപ്പോൾ ഞാൻ കേരളത്തിൻ്റെ അതിർത്തിയിൽ വന്നിട്ട് അമ്പൂരിയുടെ ഗ്രാമക്കാഴ്ചകൾ. ഓ, മലയോര കർഷകരുടെ ഒരു മേഖലയാണ് ഗ്രാമം. കൂടുതൽ പക്ഷെ അടിപൊളി. അതുകൊണ്ടാണ് ഈ കോട്ടയം സ്റ്റൈലാണ് ഫിഷ് കറി. ഇത് പഠിച്ചെടുത്താണ്. ഇവിടെ അടിപൊളി ഫുഡാണ് കേട്ടോ, രക്ഷയില്ല. ഇത്രയും കപ്പയൊന്നും ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് യാ നന്നായിട്ടുണ്ട്. നല്ലതായിട്ട് കുഴഞ്ഞ് നല്ല വെന്ത് ഇച്ചിരി നല്ല സ്പൈസി ഫിഷ്. മീൻ മുളകിട്ടതും കൂട്ടി കഴിക്കാം. അടിപൊളി. അങ്ങോട്ടുണ്ട്. ഇത് വേളാപ്പാര എന്ന് പറയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഗംഭീരം, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മൾ സാധാരണ മുളകിട്ട് കറി തന്നെയാണ്, പക്ഷേ ഓരോരുത്തർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഇനി ഇത് കഴിച്ച് തീർക്കട്ടെ. അവിടെ ഒരാൾ സൈഡ് കഴിക്കുന്നുണ്ട്. കപ്പയും ഇവിടുത്തെ തേങ്ങ അരച്ച മീൻ കറി കഴിക്കുന്നു അല്ലേ? ആ, ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ചോറല്ല കഴിക്കുന്നത്, കപ്പയും. ഇത് ചോറുണ്ണാറായില്ല. കൊള്ളാം. നൈസ്. ഞങ്ങൾ രണ്ടാളും കപ്പയും മീൻ കറി, 2 തരം മീൻ കറിയാണെന്ന് മാത്രം. അവരുടെ
തേങ്ങ അരച്ച മീൻകറിയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളക് എല്ലാം ഇട്ട് തേങ്ങ അരച്ച കറി. അതിൻ്റെ ടേസ്റ്റും കൂടി പറയാം. കുറച്ച് ഗ്രേവി ടൈപ്പാണ്. ഇതിവിടെ ചോറിന് കൊടുക്കുന്ന ഫിഷ് കറി. 2 ടൈപ്പ് കറിയും ഉണ്ടാക്കാറുണ്ട്. നൈസ്. നമ്മുടെ ഒരു നാടൻ ശൈലിയിൽ ഇതിൽ മുരിങ്ങയ്ക്കയുടെ ഒക്കെ ടേസ്റ്റ് വരും. ഓവർ സ്പൈസി അല്ല. നൈസ്. ഈ മുളക് ഇത്ര കിട്ടിയില്ല, കറക്റ്റ് ആട്ടോ ഇതുമെല്ലാം. മറ്റേ മുളകിട്ട കറി പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ച് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാം. അങ്ങനെ അമ്പൂരി ഡേയ്സ് നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഹോട്ടൽ സൽക്കാര നാടൻ ഭക്ഷണശാലയിൽ നിന്ന് വീണ്ടും ഇറങ്ങുന്നു. ലഞ്ചായിട്ട് കഴിച്ചില്ല, പക്ഷേ കപ്പയും മീനും ഒക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇവിടെ KSRTCയുടെ ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡുണ്ട്. ബസ് എന്താ പറയുക, വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ അമ്പൂരി വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ മനോഹരമായ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുന്നു. തീർന്നിട്ടില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷവും ഷൂട്ടുണ്ട്. ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനിയും കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോ. അതുവരെ